നമസ്കാരം. ഒരു യുവതി എന്ന നിലയിലും ഒരു സ്ത്രീ എന്ന നിലയിലും CPM എന്ന വലിയ പ്രസ്ഥാനം ആര്യ രാജേന്ദ്രനോട് കാണിച്ചത് കൊടും ക്രൂരതയാണ്, മനുഷ്യത്വരഹിതവും അതോടൊപ്പം തന്നെ മനുഷ്യ അവകാശ ധ്വംസനവുമാണ്. കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ LDFന് അഥവാ CPM നഷ്ടമായതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും CPM ഇപ്പോൾ ആര്യ രാജേന്ദ്രൻ്റെ മേൽ ചാരുകയാണ്. ഈ കഴിഞ്ഞ 5 വർഷം ആര്യ രാജേന്ദ്രന് വെറുമൊരു പാവയാക്കി അവിടെ ഇരുത്തി പാർട്ടിയുടെ ജില്ലാ നേതൃത്വവും അതേപോലെ തന്നെ സംസ്ഥാന നേതൃത്വവും തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ തിരുവനന്തപുരം നഗരത്തെ ഭരിക്കുകയും എല്ലാ തീരുമാനങ്ങളും ആര്യയിലൂടെ എടുക്കുകയും ചെയ്യുകയായിരുന്നു. 21-ാം വയസ്സിൽ ആ യുവതിയെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയർ സ്ഥാനത്തിലെത്തുമ്പോൾ CPMൻ്റെ ചിന്ത തിരുവനന്തപുരം കോർപ്പറേഷൻ അല്ലെങ്കിൽ തലസ്ഥാന നഗരിയുടെ മൊത്തത്തിലുള്ള വികസനമോ കുതിപ്പോ ആയിരുന്നില്ല. ചരിത്രത്തിലെ ഒരു നിർണായക ഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ ആര്യ രാജേന്ദ്രൻ അവിടെ മേയറാകുന്നത്. മറിച്ച് തിരുവനന്തപുരം നഗരത്തിൻ്റെയും അവിടുത്തെ ജനങ്ങളുടെയും ക്ഷേമത്തിനേക്കാൾ ഉപരി CPM നൽകിയ പ്രാധാന്യം എന്ന് പറയുന്നത്, ഒന്ന്, പാർട്ടി നേതൃത്വത്തിന് നേരിട്ട് അവിടെ കോർപ്പറേഷൻ ഭരിക്കുക, 2, ആര്യ രാജേന്ദ്രൻ എന്ന 21-കാരിയെ ഉയർത്തിക്കാട്ടി തങ്ങൾക്കില്ലാത്ത ചില ഗുണങ്ങൾ, അതായത് പുരോഗമനപരം, സ്ത്രീകളെ അംഗീകരിക്കുന്നു, അതേപോലെ യുവത്വത്തെ അംഗീകരിക്കുന്നു, ഇത്തരത്തിലുള്ള മേന്മകൾ പുറത്തേക്ക് കാട്ടി പാർട്ടിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുക. അതുകൊണ്ട് തന്നെ അത് അവർക്ക് തെറ്റിയില്ല. കാരണം അത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വരെ ആര്യ രാജേന്ദ്രൻ്റെ മേയർ സ്ഥാനം വലിയ വാർത്തയാക്കി. എല്ലാം നല്ല കാര്യം. പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോഴും തങ്ങളുടെ വ്യക്തിപരമായ താല്പര്യങ്ങളും പാർട്ടിയുടെ പ്രതിച്ഛായയും മാത്രമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയറാക്കി ആര്യ രാജേന്ദ്രനെ കൊണ്ടുവരുന്നതോടുകൂടി പാർട്ടി ഉദ്ദേശിച്ചത്. ആ 21 വയസ്സിലൊരു യുവതി വരുമ്പോൾ അവരുടെ ജീവിതാനുഭവം ആർക്കും ഉദ്ദേശിക്കാവുന്നതാണ്. ഇപ്പോൾ തന്നെ അവർക്ക് 26 വയസ്സ് മാത്രമേ ഉള്ളൂ. പ്രായം ഒരു കുറവോ ദോഷമോ അല്ല. തീർച്ചയായിട്ടും അവർ അവരുടെ കഴിവ് വളരെ ചെറുതിലെ തന്നെ തെളിയിച്ച് കേരളത്തിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു യുവതി അല്ലെങ്കിൽ ഒരു യുവ നേതാവായിരുന്നു എങ്കിൽ ഇത്രയും വലിയ അപകടം ഉണ്ടാവില്ലായിരുന്നു. ഇത് ആര്യ രാജേന്ദ്രൻ പോലും പ്രതീക്ഷിക്കാതെ ഒരു സുപ്രഭാതത്തിൽ വിളിച്ചുകൊണ്ടുവന്ന് ഇരുത്തുകയായിരുന്നു. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ആര്യ രാജേന്ദ്രൻ്റെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണത്തിൻ്റെ ഒരു സ്വാഭാവിക രീതി എന്നോളമാണ് ഒരിക്കൽ ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരം പാർട്ടി സെക്രട്ടറി ആനാവൂർ നാഗപ്പന് ഒരു കത്തെഴുതുന്നത്. അതായത് കുറേ കരാർ ജീവനക്കാരെ നിയമിക്കണം, അത് ആരൊക്കെയാണ് നിയമിക്കേണ്ടത്, അതായത് പാർട്ടി കൊടുക്കുന്ന ലിസ്റ്റിൽ നിന്നായിരിക്കും നിയമനം. ഇത് പുറത്തു വന്നതോടുകൂടി വലിയ വിവാദമായി. ഒടുവിൽ സംസ്ഥാന സർക്കാരും പാർട്ടിയും തലയൂരിയത് ആര്യ രാജേന്ദ്രൻ്റെ കത്തല്ല, അത് വ്യാജമായി നിർമ്മിക്കപ്പെട്ട കത്താണ്. അപ്പോൾ ഈ വ്യാജരേഖ ചമയ്ക്കൽ കണ്ടെത്തുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ ഒരു അന്വേഷണവും പ്രഖ്യാപിച്ചു. പോലീസ് ആ അന്വേഷണം പൂർത്തിയാക്കിയോ അതിൻ്റെ ഫലം എന്താണ് എന്നൊന്നും ഇനിയും കേരളം അറിഞ്ഞിട്ടില്ല. അതിൻ്റെ അർത്ഥം അതിൻ്റെ കണ്ടെത്തൽ പുറത്തേക്ക് പറയാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ രീതിയിൽ ആര്യ രാജേന്ദ്രനെ ഉപയോഗിച്ച് 5 വർഷം അവിടെ CPM നേരിട്ട് ഭരിച്ചു. അതിന് ഈ യുവതിയെ ബലിയാടാക്കുകയായിരുന്നു. അവർ കയറിയ സമയത്തുണ്ടായിരുന്ന സംഭാഷണ രീതിയല്ല ഈ 5 വർഷം പൂർത്തിയാകുമ്പോഴേക്കും ആര്യ രാജേന്ദ്രനിൽ നിന്ന് നാം കാണുന്നത്. സ്വാഭാവികമായിട്ടും അനുഭവങ്ങളും പ്രായവും ഒക്കെ കൂടുന്നതിനനുസരിച്ച് വ്യക്തികളിൽ മാറ്റം വരും. പക്ഷേ ആര്യ രാജേന്ദ്രനിൽ കണ്ട ഏറ്റവും പ്രകടമായ മാറ്റം അവരുടെ ഓരോ സംഭാഷണത്തിലും ഒരു പ്രതിഷേധവും ഒരു വിപരീതാത്മകതയും സ്വരത്തിൽ പോലും മൂളലിൽ പോലും മുറ്റി നിൽക്കുന്ന ഒരു രീതി കാണാമായിരുന്നു. കാരണം
CPM അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ത്രീകളെ പാർട്ടി അംഗമായി പോലും കരുതുന്നില്ല. അതുകൊണ്ടാണ് ഈ വനിതകളെ പോലും സഖാവ് എന്ന പുംലിംഗം പ്രയോഗിച്ചിട്ടാണ് വിളിക്കുന്നത്. സഖാവ് ആര്യ രാജേന്ദ്രനാണ്. യഥാർത്ഥത്തിൽ സഖിയാണ് സഖാവിൻ്റെ സ്ത്രീലിംഗം എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ അടിസ്ഥാനപരമായ കാഴ്ചപ്പാടിൽ പോലും ഒരു സ്ത്രൈണത അല്ലെങ്കിൽ സ്ത്രൈണഭാവം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്ത്രൈണഭാവം നിലനിർത്തിക്കൊണ്ട് ഒരു സ്ത്രീക്കും CPM-ൽ പ്രവർത്തിക്കാൻ സാധ്യമല്ല. വിശേഷിച്ചും നേതൃനിരയിലേക്ക് വരണമെങ്കിൽ അതിനവർ പ്രാഥമികമായിട്ട് ചെയ്യേണ്ടത് അവരുടെ വൈകാരികമായി അവരുടെ സ്വതസിദ്ധമായ സ്ത്രൈണതയെ അടിച്ചമർത്തി ചവിട്ടി അരച്ച് ഒതുക്കിയിട്ടതിന് ശേഷം ഒരു അക്രമോത്സുകനായ ആണിൻ്റെ സ്വഭാവത്തെ ആവാഹിച്ച് തന്നിലൂടെ പ്രകടിപ്പിക്കുക. അതേപോലെ ആ ചിന്തകളിലൂടെ അത്തരത്തിൽ അക്രമോത്സുകനായ ഒരാണിൻ്റെ ചിന്തകളിലൂടെ കാര്യങ്ങളെ നോക്കിക്കാണുക, അതേപോലെ സംസാരിക്കുക. അതുകൊണ്ടാണ് ഈ ആര്യ രാജേന്ദ്രനും അതേപോലുള്ള ഈ മറ്റ് സഖാക്കന്മാരെ പോലെ തന്നെ അച്ചിലിട്ടതുപോലെയാണ് സംസാരിക്കുന്നത്. അത് നമ്മൾക്ക് വേണമെങ്കിൽ വളരെ നിസ്സാരം മനസ്സിലാകും. ഈ ടെലിവിഷൻ ചർച്ചകളിലൊക്കെ വരുന്നവരുടെ സംഭാഷണ രീതി നോക്കിയാൽ മതി. ഒരു കൃത്യമായ ചതുര കള്ളിയിലിട്ടതുപോലെയാണ് അവർ സംസാരിക്കുന്നത്. നമ്മുടെ മലയാള ഭാഷയുടെ ഒരു രീതി എന്ന് പറയുന്നത് വട്ടെഴുത്താണ്, അത് ഒഴുക്കാണ്. അതിന് പകരം ഒരു ചതുരത്തിൻ്റെ രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത്. കാരണം ഒരേ രീതിയിൽ മാത്രമേ വ്യക്തികൾ ചിന്തിക്കാൻ പാടുള്ളൂ. വ്യക്തികൾക്ക് വ്യതിരിക്തമായിട്ട് ചിന്തിക്കുക ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗത്തിന് സാധ്യമല്ല. അത് ആലോചിച്ച് നോക്കൂ. മനുഷ്യത്വ രഹിതവും മനുഷ്യവിരുദ്ധവുമാണ്. കാര്യം ഭൂമിയിൽ ജനിക്കുന്ന ഓരോ മനുഷ്യനും വ്യത്യസ്തമായ കഴിവുകളോടെ വ്യത്യസ്തമായ രീതികളോടെ ജീവിക്കുന്ന വ്യക്തികളാണ്. ആ വ്യത്യസ്തത, വ്യക്തിപരമായ വ്യത്യസ്തത, ആ കഴിവ് ഒന്നും തന്നെ ഈ പാർട്ടിയിൽ പുറത്തെടുക്കാൻ പറ്റില്ല. ഇത് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ സമ്മർദ്ദം അനുഭവിക്കുന്നത് സ്ത്രീകളാണ്. കാരണം അവരിലാണ് ഈ സ്ത്രൈണഭാവം സ്വതസിദ്ധമായി പ്രകൃതി കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നത്. അതിനെ അടിച്ചമർത്തുമ്പോൾ അവർ ആന്തരികമായി അനുഭവിക്കുന്ന ഒരു സമ്മർദ്ദമുണ്ട്. ആ സമ്മർദ്ദം ഒരുപക്ഷെ അവർ തിരിച്ചറിയില്ല. മാത്രമല്ല അതിനെയൊക്കെ മറക്കാൻ തക്കവണ്ണം ഇപ്പം മേയർ എന്ന പദവി, എവിടെയും നഗരത്തിൻ്റെ പിതാവിൻ്റെ അല്ലെങ്കിൽ മാതാവിൻ്റെ സ്ഥാനം, പത്രാസ്, അധികാരം, ഇതെല്ലാം സ്വാഭാവികമായിട്ടും അവരെയും സ്വാധീനിക്കും. അപ്പം ഇതിൻ്റെ ഉള്ളിൽ കടന്നിട്ടാണ് ഇവരുടെ വൈകാരികമായി ഈ സ്ത്രൈണഭാവത്തെ അടിച്ചമർത്തി ചവിട്ടിയരയ്ക്കുന്നത്. അത് സ്വാഭാവികമായിട്ടും വൈകാരിക തലത്തിൽ അവരെ വല്ലാതെ ബുദ്ധിമുട്ടിലാക്കും. അവരത് അറിയണമെന്നില്ല. അതുകൊണ്ടാണ് അവർക്ക് എന്തെങ്കിലും കേൾക്കുന്ന ഉടനെ തന്നെ പൊട്ടിത്തെറിക്കാനും ന്യായീകരിക്കാനും അതുപോലെ തന്നെ തനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നതിനെ ആക്രമിക്കാനും ഒക്കെയുള്ള വ്യഗ്രത വരുന്നത്. അപ്പം ഈ രീതിയിൽ ഇത് പാർട്ടിയുടെ സ്വഭാവമാണ്. അപ്പം താൻ ആ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ താനൊരു പാർട്ടി സഖാവിൻ്റെ രൂപത്തിലേക്ക് മാറുന്നു എന്ന ബോധ്യവും കൂടി ആര്യ രാജേന്ദ്രനിൽ ഉണ്ടാവുന്നു. ഇത് ആ പാർട്ടിയുടെ സംസ്കാരം, പാർട്ടിയുടെ സ്വഭാവം അതേപടി ആര്യ രാജേന്ദ്രൻ പ്രകടിപ്പിച്ചപ്പോഴാണ് ജനം അതിനെ ധാർഷ്ട്യം എന്ന് വിളിച്ചത്. ആ ധാർഷ്ട്യമാണ് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ പാർട്ടിക്ക് അല്ലെങ്കിൽ CPM-ന് അല്ലെങ്കിൽ LDF-ന് നഷ്ടമാകാൻ കാരണമായതെന്ന് കണ്ടെത്തിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ പാർട്ടിയുടെ സംസ്കാരമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ നഷ്ടമാകാൻ യഥാർത്ഥത്തിൽ കാരണമായത്.